അനിയനെന്താ ഉറങ്ങിയില്ലേ? ഞാനും ഹരിയും കൂടെ ഒരു സ്മോളൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നു. നിന്റെ കുടുംബം നീ കലക്കുവരടാ. വിടന്നെ, ഞാൻ കാല് പിടിക്കാം. കൊന്നുകളെ ഞാൻ. തെമ്മാടിത്തരം കാണിക്കുന്നത് വിടില്ല തന്നെ ഞാൻ. ഹരി ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണോ താൻ ഇവിടെ വന്നത്? പറടാ, പറയാൻ. ഞാനോ? സ്വന്തം അനിയന്റെ ഭാര്യയല്ലോ, പെങ്ങളെ പോലെ കാണണ്ട. എന്താ സുരേഷ് നാരിത്തരം കാണിക്കുമ്പോ ഓർക്കണം. എന്താ പ്രശ്നം? ഇയാളോ അങ്ങനെ ശരിയാവില്ല. എന്താ എന്താ ഏട്ടാ? എന്താ സുരേഷേട്ടാ? നീ പോയേ, നാറ്റ കേസാ. എന്റെ നീനെ കിടന്നുറങ്ങുമ്പോ വാതിലടച്ചൂടെ? രാജേട്ടൻ പറഞ്ഞപ്പോ ചെറുപ്പകാലത്തെ ചില കുസൃതിയാണെന്ന് ഞാൻ കരുതിയുള്ളൂ. ഭാര്യയും 2 പിള്ളേരും അതിലോടോ തനിക്ക്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എന്തൊക്കെ കേട്ടോ ഇതൊക്കെ? പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. പറയൊന്നും വേണ്ട, മനസ്സിലായി. വിളിച്ചോണ്ട് പോ ഭർത്താവിനെ. രാത്രിയായ മുറിക്ക് പുറത്ത് വിടണ്ട. ഇവിടെ വേറെ പെണ്ണുങ്ങളുള്ളതാ. എന്താ എന്താ പറഞ്ഞത്? ഇവളൊട്ടും ശരിയല്ല. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ലേ. മനസ്സിലായില്ലെങ്കിൽ വേണ്ട. വല്ലതും സംഭവിച്ചോ നീനെ? ആ, അതിനു മുമ്പ് ഞാൻ കണ്ടു. ആ, വാതിൽ തുറന്ന് അകത്ത് കയറി, എന്നിട്ട് കാഴ്ച കണ്ട് നിൽക്കുക. എന്താ കഥ? എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? ബഹളം ഒന്നുമില്ല, അമ്മ കിടന്നോളൂ. എന്തിനാ അമ്മ വിളിക്കണേ? അമ്മ അറിയട്ടെ പുന്നാരം മോന്റെ സ്വഭാവം. മനസ്സിലാവുന്നത് പോലെ പറഞ്ഞാ മനസ്സിലാവും. ഹരി കോയമ്പത്തൂർക്ക് പോയിരിക്കാം. ആ തക്കത്തിന് ദിവ്യേട്ടൻ നീനയുടെ മുറി കയറി കണ്ണടിച്ച് പൊട്ടിച്ചു കളഞ്ഞാൻ. അനാവശ്യം പറഞ്ഞ. ഓ, അനാവശ്യം കാണിക്കാം. സുരേഷ് കണ്ണുകൊണ്ട് കണ്ടതാ. ആര്? ഞാൻ ഗംഗേട്ടനോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വരുമ്പോഴാ രവിയളി എന്താ ഇവിടെ നിന്നിങ്ങനെ പരുങ്ങുന്നു. എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചു നേരം അവിടെ മാറി നിന്നു. അപ്പതാ വാതിലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കുക. പിന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി. എന്തെങ്കിലും മോഷ്ടിക്കാനാവുന്ന ഞാൻ കരുതിയത്. നോക്കിയപ്പോ കട്ടിലിന്റെ അടുത്ത് വന്ന് നിന്ന് നീനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് രസിക്കണം. ശരിയാണോടി? ഞാൻ കണ്ടില്ല. വഴക്കൂടനെ ശബ്ദം കേട്ടപ്പോഴാ ഞാൻ ഉണർന്നത്. അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ല. പഴയ സ്വഭാവം മാറോ? പാവം ആ പ്രേമി. പഴയ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വിളമ്പണ്ട. എല്ലാരും പോ. വാതിലടിച്ച് കുറ്റിയിട്ട് കിടക്കടി. കുറ്റിട്ടോ? ഓ, സ്വന്തം മുറിയിൽ കുറ്റിയിടാത്താണ് ഇപ്പൊ കുഴപ്പം. അമ്മയ്ക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ രവിയേട്ടൻ മതി. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ. ഞങ്ങൾ അന്യന്മാര് പുറത്ത്. എനിക്കിത് കിട്ടണം. ഇനി എന്തിനാ കുറ്റിയിടിച്ച പോലെ നിൽക്കണം? പുറത്താരും അറിയണ്ട. സീത, കരയരുത്. നീ കരഞ്ഞാൽ എൻ്റെ ബലം മുഴുവൻ പോവില്ലേ? ഇതൊന്നും സാരില്ല. എനിക്കെന്നും ചീത്ത പേരല്ലുണ്ടായിട്ട്. നിനക്കെന്നെ അറിയാം. സത്യേശ്വരൻ, അത് മതി. ഞാനൊന്നും മിണ്ടിയ 2 ബന്ധങ്ങളെ തകരുക. ഇങ്ങനെയാണോ ബന്ധങ്ങൾ? ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭർത്താവ് ഭാര്യ വഞ്ചിക്കുന്നു, എന്നിട്ട് ബന്ധങ്ങൾ. കലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. സത്യ ആരുടെയും കണ്ണിപ്പെടില്ല. ഏട്ടന് ഒരബദ്ധം പറ്റിയതാ. അരിയുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ആ മുറി കയറി ചെന്നത്. സുരേഷ് അത് തെറ്റിദ്ധരിച്ചു. ഏട്ടൻ എന്തിനാ വിഴുപ്പ് ചുമക്കണേ? എനിക്കറിയാം എൻ്റെ ഭർത്താവിനെ. ഇത് തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായി. ഒന്നും ചോദിക്കാൻ വയ്യ, പറയാൻ വയ്യ. ഒരു മോനുണ്ടേ പോയില്ല എനിക്ക്. അവൻ അച്ഛൻ വേണം. ഞാൻ കരുതിയത് അവന് നിന്നോട് വലിയ ഇഷ്ടമാണെന്നാ. ഇഷ്ടം? അത് വെറും ഒരു അഭിനയം. ഈ സ്വത്തിനോട് മോഹമില്ലായിരുന്നെങ്കിൽ എന്നെ എന്നെ വിട്ടുപോയിന അയാള്. ഞാൻ അച്ഛനോട് വാശി പിടിച്ചു നടത്തിയ കല്യാണം ഞാൻ അനുഭവിക്കണം. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്, അറിയുന്നത്? ഇതിനാണോ ഞാൻ ചാവാണ്ടിരുന്നത്? അമ്മ സങ്കടപ്പെടണ്ട. ഇതൊന്നും സാരല്ല. മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും എന്റെ കുടുംബത്തെ എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, എല്ലാം ശരിയാവും. അമ്മ ചെന്ന് കിടക്ക. ഈ നരകത്തിൽ നിന്ന്
നിന്റെ ഭാര്യയും മക്കളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇല്ലമ്മേ, ഇതെൻ്റെ വീടാണ്. ഇതൊരു നരകമാകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നീനമോളെ. ഇനി നിന്റെ മുറിയുടെ പരിസരത്ത് വരാൻ പറ്റില്ലെന്ന് എടുത്തി പറയാം. ദേ നീനമോള് പോണു. ആരും ഒന്നും പറയണ്ട, ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. ഹരി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും? ഞാൻ എന്റെ വീട്ടിലേക്കാ പോണത്. ഹരി അവിടെ വരും. എന്തിനാ നീനമോളെ ടാക്സി? ഇവിടെ കാറുണ്ടല്ലോ. വണ്ടി എടുക്കടാ. വേണ്ട. അല്ല ബെൻസിൽ സുഖമായിട്ട് പോയച്ചേ. നീനമോളെ അസത്ത്. ഇനി അവളുടെ ഡമ്പ് കാണണ്ടല്ലോ. വഴക്കിട്ട് പോവാ. എന്താ നിന്നെ ബോധിപ്പിക്കണോ? ഹും. എനിക്ക് തോന്നണത് ഇത് രവിയേട്ടന്റെ സൂത്ര. ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഓടിക്കാലോ. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണിന്റെ മുറി കയറി ഇങ്ങനെ ഒരാൾ നോക്കി നിൽക്കോ. ഒന്ന് തൊടുവെങ്കിലും ചെയ്യില്ലേ? അതൊരു പോയിന്റ് ആണല്ലോ. ഉടനെ രാജേട്ടന് വിവരം അറിയിക്കണം. വണ്ടി ഇറക്കണോ? നീ പോടാ അവിടുന്ന്. ദേ ഇവന്റെ മുമ്പിൽ വെച്ചൊന്ന് പറയണ്ടേട്ടോ. ഇവൻ അമ്മയുടെ സീഡിയാ. ഇങ്ങനെ വന്നേ. നീന, ഞാൻ വരില്ല. അയാൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വരില്ല. നീന, ഇവള് പറയണ കേട്ടോ ഡാഡി? അവൾ പറയണത് ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ അവൾക്ക് എന്താ ഒരു സെക്യൂരിറ്റി? ഞാൻ പറഞ്ഞല്ലോ, ഏട്ട സമയത്ത് എന്റെ മുറി കയറിയത് എന്തിനാന്ന് ഞാൻ ചോദിക്കാം. സത്യം എന്താന്ന് അറിയണല്ലോ. ഇനി സത്യം അറിയണം. ഞാൻ പറയണത് വിശ്വാസമില്ല. വേണ്ട, എന്നെ വിശ്വസിക്കണ്ട. നീന, ഹരി മനുഷ്യൻ നല്ലവനാണ്, പക്ഷെ മണ്ടനാകരുത്. സ്വന്തം ഭാര്യയോട് ഒരാൾ, അതാരോ ആയിക്കോട്ടെ, മോശമായിട്ട് പെരുമാറിയിട്ടും പിന്നെയും ഹരി കാണിക്കുന്ന ഈ മറ്റടുത്ത ഡിപ്ലോമസി ഉണ്ടല്ലോ, അതാണതുമില്ല. ഇനിയിപ്പോ അവൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാലും അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമാണ്. ഇത് എന്തുവരവാ സാറേ? നീന ചേച്ചി വന്നില്ലേ സാറേ? ഇല്ല, എന്താ? അല്ല ചോദിച്ചതാ. അത് ചോദിക്കാൻ നീ ആരാ? കളിയാക്കുക, അടിച്ചിന്റെ പല്ലിറപ്പിക്കും. ഈ അച്ഛൻ ഞങ്ങളെ പറ്റിക്കാ അച്ഛമ്മേ. ആരെയും ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എന്താടാ നീ എന്റെ കുട്ടികൾക്ക് അരയണങ്ങളെ കാണിച്ചു കൊടുക്കാത്തെ? അത് കാട്ടിക്കൊടുക്കാൻ എപ്പോഴും വരണ്ടേ? വല്ലപ്പോഴും വരുള്ളൂ. വരുന്നത് നോക്കിയിരിക്കണം നമ്മള്. എന്നോട് തന്നെ ചെയ്തല്ലോ ഇത്. ഇത്ര വൃത്തികെട്ടവരാണ് നിങ്ങൾ. ഹരി, നമുക്ക് സംസാരിക്കാം. ഒന്നും പറയണ്ട. ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഇറങ്ങണം പുറത്ത്. ഇറങ്ങാൻ. എടാ ഹരി, നീ കാര്യം അറിയാതെ വെറുതെ എന്തെങ്കിലും പറയരുത്. എല്ലാം എനിക്കറിയാം. ഇവളെ ഞാൻ കയറി പിടിച്ചാൽ നിങ്ങൾ സഹിക്കുവോ? മര്യാദ പറയണം. നീ ആരടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ? ഇവളെ വേണം ആദ്യം ഇവിടെ അടിച്ചിറക്കാൻ. ഹരി, നീ എന്നെ എന്ത് വേണം ചെയ്യാം. അവളെ വെറുതെ വിട്. ആഹാ, പൊള്ളുന്നുണ്ടല്ലേ? കയ്യന്നെ വിട്. ഇറങ്ങടി, വിടാ. ഈ നായിന്റെ മോളെ, നിന്നെ ഞാൻ തുടരുതവളെ. നിന്റെ പെണ്ണിനെ തൊട്ടാൽ നിനക്ക് പൊള്ളും. അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ പെണ്ണും. ഹരി, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെയാണോ പിന്നെ എന്റെ പെണ്ണിനെ കയറിയത്? ഹരി, നമുക്ക് സംസാരിക്കാം. അമ്മയാണോ പെങ്ങളാണെന്ന് അറിയാത്ത നിന്നോടൊക്കെ സംസാരിക്കല്ല വേണ്ടത്. മോനെ, രവിയേട്ടനാ പറയുന്നത്. രവിയേട്ടനാ പറയുന്നത്. ഏട്ടനാണ് പുല്ല്. ഏട്ടനാണ് നീ എന്നോട് ചെയ്യുമായിരുന്നോ? ഞാൻ ചത്തിട്ട് നിങ്ങൾ തമ്മി തമ്മി കൊന്നു. മോനെ, എന്തൊക്കെ കാണണോടാ. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റണില്ലടാ. അമ്മയ്ക്ക് ഇവനെ കുറിച്ച് കേട്ടത് അറിഞ്ഞതൊക്കെ വിശ്വസിക്കാത്തവനാ ഞാൻ, അറിയോ? എന്നിട്ട് എനിക്കിട്ട് എന്നെ തന്നല്ലോ. ഇപ്പൊ വിശ്വാസായില്ലേ? സുനന്ദേ, നീ ഒന്നും പറയണ്ട. ഈ അമ്മ ഒറ്റ ഒരുത്തി നിനക്ക് കൂട്ടും. ഏതിനാണ് ഞാൻ കൂട്ടുനിന്നേ? പറയടേ, എന്തിനാണ് ഞാൻ കൂട്ടുനിന്നേ? പറയട്ടെ, എല്ലാം പറയട്ടെ. അമ്മേ, അമ്മ മിണ്ടരുത്. എന്നെ ഓർത്തൊന്നും അമ്മ പറയരുത്. നാಚಿക്കട്ടെ, ഈ കുടുംബം നാಚಿക്കട്ടെ. എനിക്ക് അവളുടെ നോട്ടം കാണുമ്പോഴാ കൈയെടുത്തൊരാണിഞ്ഞില്ല അവള് തല്ലിയത്. അതും ഭർത്താവിന്റെ കയ്യിലിരിപ്പ് മനസ്സിലാക്കിയിട്ട്. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പകരത്തിന് പകരം അവളുടെ മുറി കയറിയനെ. നീ എന്തൊക്കെയായി പറയണേ? വാ, ഇങ്ങനെയൊക്കെ പറയാം. ഹരിയേട്ടാ, ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. ഹരിയേട്ടൻ ഈ കേട്ടത് അറിഞ്ഞതൊന്നും സത്യമല്ല. വേറൊന്നും എന്നോട് ചോദിക്കരുത്. അമ്മേ, നീ ഇതൊക്കെ എങ്ങനെയാടാ മോനെ സഹിക്കണേ? സാരല്ലമ്മേ. എന്നെ വിചാരിച്ച് അമ്മ വിഷമിക്കാണ്ടിരുന്നാ മതി.
എനിക്കിതൊക്കെ ശീലമല്ല അമ്മേ. കുട്ടിയായിരിക്കുമ്പോഴേ അവൻ അങ്ങനെ തന്നെ. ദേഷ്യം വന്നാൽ നായ കടിക്കണ മാതിരി കടിക്കും. എത്ര കടി എനിക്ക് കിട്ടിയിരിക്കണമെന്നറിയാം. അതുപോലെ തന്നെയാ സുനന്ദി. ഒരു പേന കാണാണ്ടായാൽ അതിൻ്റെ വീട്ടിനെടുത്തു. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അതിൻ്റെ വീട്ടിന് വിട്ടു. ദാ വരണം. ഇവിടെ ആരായിരുന്നു വിട്ടെന്നറിയാം. ഒരിക്കൽ സ്കൂളിൽ കളിച്ച് വീണ് തല പൊട്ടിയപ്പോൾ ഞാൻ തള്ളിയിട്ടതാണെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് ഇവിടെ തന്നെ തല്ലു വിളിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് അതൊക്കെ. അന്ന് അവർ പറയണതൊക്കെ അച്ഛനും അമ്മയും വിശ്വസിക്കും. ഇന്നതല്ലല്ലോ. അമ്മ എന്നെ വിശ്വസിക്കണ്ടേ? അതുപോലെ എനിക്ക്. എന്താടാ അവിടെ ആകെ പ്രശ്നം? എന്താ എനിക്കറിയില്ല. ഹോട്ടലിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താ ലക്ഷ്മിക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ? ആ എനിക്കറിയില്ല. പിന്നെ എന്താടാ എനിക്കറിയാ കാള. എന്നെ ആരും പിടിക്കണ്ട. കയ്യിന്ന് വിട്. എന്താ ലക്ഷ്മി? ഏട്ടൻ മടിയിലേക്ക് കയറ്. മോളെ ഈ ബാഗ് ബാഗ് കയ്യിലിരുന്നോട്ടെ. വാ നിങ്ങടാ പറയാം. ഏട്ടന്റെ പേരിൽ എല്ലാം എഴുതി കൊടുക്കാൻ പോയതാവും. നിന്നോട് വല്ലതും പറഞ്ഞോടി? എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മ ദിനേശ് വെക്കണ്ട് ഫോൺ ചെയ്തിരുന്നു. ആ അപ്പൊ അത് തന്നെ. എടാ ഹരി, എന്താടാ ചെയ്യാ? ഏട്ടനെ വിവരം അറിയിക്കും. എന്റെ തലയിൽ ഇപ്പൊ അതൊന്നും കേറില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിന്റെ സത്യം അറിയാനും സംസാരിക്കാനും നിന്നാ നമ്മൾ എവിടെ എത്തില്ല. അത് വിട്ടേക്കുക. ഒരു ബന്ധം പൊട്ടിച്ചെറിയാൻ എളുപ്പമാണ്, കൂട്ടിക്കെട്ടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഗൗരവമുള്ള പല കാര്യങ്ങളും മറന്ന് ഞാനിങ്ങോട്ട് വന്നത്. ഏതായാലും രവീന്ദ്രനാഥൻ നായർ അവളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കഴിയട്ടെ. നമ്മളൊക്കെ മനുഷ്യരാണ്. തെറ്റുകൾ പറ്റും. ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റാത്ത തെറ്റുകൾ. പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ മതി. അത്രയും നമുക്ക് പറ്റൂ. ഇപ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ മറയ്ക്കാം, എന്നെ മറയ്ക്കാം, അമ്മയെ മറയ്ക്കാം, മറ്റെല്ലാവരെയും മറയ്ക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ എല്ലാം മറച്ചു വയ്ക്കാൻ പറ്റുമോ? ചീത്തയാണ് ഹരി. ആ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. മറ്റാരും ഒന്നും അറിയില്ല. ഞാൻ ആരോടും ഒന്നും പറയില്ല. എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ മുറിയിൽ കയറി വന്നു. അതെങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പം ഞാൻ നിന്റെ മുമ്പിൽ ഒന്ന് മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് നീ വന്നു. നീന, ഗീതയെ പോലെ തന്നെയാണ് എനിക്ക് നീയും.